ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് രണ്ട് സ്പെഷ്യൽ ടൈപ്സ് ഇൻ ടൈപ്പ് സ്ക്രിപ്റ്റ് ആണ്. വേറെ ഒന്നുമല്ല, അതിൽ ഒരെണ്ണത്തിന്റെ പേര് എനി എന്നും രണ്ടാമത്തെ പേര് അൺനോൺ എന്നുമാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇത് എന്താ സംഭവം, അൺനോണോ? നമ്മൾ എനിയോ? എനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം ടൈപ്പ് സ്ക്രിപ്റ്റിന്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ലെറ്റ് യു ഈക്വൽ ടു ട്രൂ എന്ന് എഴുതി കഴിഞ്ഞാൽ ഇതിനകത്തോട്ട് താഴെ വന്നിട്ട് നമ്മൾ യു ഈക്വൽ ടു 20 എന്ന് എഴുതി കഴിഞ്ഞാൽ ടൈപ്പ് സ്ക്രിപ്റ്റ് എറർ അടിക്കും. ടൈപ്പ് സ്ക്രിപ്റ്റ് ഉടനെ നമ്മുടെ അടുത്ത് പറയും ഇത് നമ്പർ എന്നും ബൂളിയനിലോട്ട് അസൈൻ ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനെ എഴുതുമ്പം ട്രൂ എന്ന് പറയുന്നത് എങ്ങോട്ട് അസൈനബിൾ ആയി പോവും? ട്രൂ എന്ന് പറയുന്നതിൽ നിന്നും അതിന്റെ ടൈപ്പ് ബൂളിയൻ എന്നുള്ളത് ടൈപ്പ് സ്ക്രിപ്റ്റ് ഇൻഫർ ചെയ്തെടുക്കും. പക്ഷെ ജാവാസ്ക്രിപ്റ്റിൽ പോയിട്ട് ഈ സംഭവത്തിനകത്ത് നമ്മൾ പിന്നെയും ലെറ്റ് യു ഈക്വൽ ടു 200 ആൻഡ് യു ഈക്വൽ ടു ബൂളിയൻ ഞാൻ എഴുതുവാണ്. ട്രൂ ഇസ് ഈക്വൽ ടു ട്രൂ എന്ന് ഞാൻ എഴുതിയിട്ട് നോക്കുമ്പോൾ നമുക്കറിയാം അവിടെ ഒരു കമ്പാലേഷൻ എററും വരില്ല, റൺ ടൈം എററും വരില്ല. കാരണം ഒരു ഡൈനാമിക്കലി ടൈപ്ഡ് ലാംഗ്വേജ് ആയ ജാവാസ്ക്രിപ്റ്റിൽ അത് അലൗഡ് ആണ്. പക്ഷേ സ്റ്റാറ്റിക്കലി ടൈപ്ഡ് ആണ്. നമ്മുടെ ടൈപ്പ് സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന നേരത്ത് ഒരു ടൈപ്പേ അലൗഡ് ആവത്തുള്ളൂ. പക്ഷേ നമ്മൾക്ക് ഇതുപോലെ മൾട്ടിപ്പിൾ ഈ ടൈപ്പ് ചെക്കിംഗ് എന്ന് പറയുന്ന സംഭവം കംപ്ലീറ്റ്ലി ഡിസേബിൾ ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ കോളൻ എനി ഇട്ട് കൊടുക്കണം. ഞാൻ കോളൻ എനി ഇട്ട് കൊടുത്ത സ്പോട്ടിൽ കമ്പാലേഷൻ എറർ മാറി. ഇനിയും താഴെ വന്നിട്ട് കൺസോൾ ലോഗ് ഡോട്ട് ലോഗ് ഓഫ് ടൈപ്പ് ഓഫ് യു എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് വാല്യൂ വരുന്നത് നമുക്ക് നോക്കാം. നമ്പർ. കാരണം ആദ്യം ഇൻഫർ ചെയ്തത് ബൂളിയൻ ആയിരുന്നു വരേണ്ടത്. രണ്ടാമത് ഇൻഫർ ചെയ്തത് 20 ആണ്. ആ നമ്പർ ആണ് ഇങ്ങോട്ട് വന്നത്. പക്ഷേ ടൈപ്പ് സ്ക്രിപ്റ്റിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന എന്താണ്? ടൈപ്പ് സ്ക്രിപ്റ്റ് ആണ്. ടൈപ്പ് സ്ക്രിപ്റ്റിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം എന്താണ്? അതിന്റെ ടൈപ്പ് ചെക്കിംഗ് ആണ്. ടൈപ്പ് സേഫ്റ്റി ആണ് ടൈപ്പ് സ്ക്രിപ്റ്റിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചർ. ചില കേസസിൽ നമുക്കത് വേണ്ടാന്നുണ്ടെങ്കിൽ നമ്മൾ എനി ഉപയോഗിക്കും. പക്ഷേ 99% ഓഫ് ദ പ്രൊജക്ട്സിനകത്തും എനി എന്ന് പറയുന്ന സംഭവം നമ്മൾ കൂടുതൽ പ്രൊമോട്ട് ചെയ്യാറില്ല. അതിന് പകരം എനി എന്ന് പറയുന്ന സംഭവം പ്രൊമോട്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? നോ ഇംപ്ലിസിറ്റ് എനി എന്ന് പറഞ്ഞിട്ട് ഒരു കീവേഡ് ഉണ്ട്. അത് പോയിട്ട് നമ്മുടെ ടി എസ് കോൺഫിഗിൽ പോയിട്ട് അവിടെ ഒരു കമ്പൈലർ ഓപ്ഷൻ ഉണ്ട്. ആ കമ്പൈലർ ഓപ്ഷനകത്ത് നോ ഇംപ്ലിസിറ്റ് എനി കോളൻ ട്രൂ എന്ന് പറഞ്ഞ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എനി എന്ന് പറഞ്ഞ വേരിയബിൾ നമ്മുടെ പ്രൊജക്റ്റിൽ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ അവിടെ എറർ ഉണ്ടാവും. എവിടെയാണ് ഒന്നുകൂടെ എഴുതി കാണിച്ചു തരാം. ടി എസ് കോൺഫിഗിൽ പോകണം. ടി എസ് കോൺഫിഗിനകത്ത് കമ്പൈലർ ഓപ്ഷൻസിനകത്ത് കമ്പൈലർ ഓപ്ഷൻസ് ഉണ്ട്. കമ്പൈലർ ഓപ്ഷൻസിൽ പോയിട്ട് നമ്മൾ കമ്പൈലർ ഓപ്ഷൻസിൽ പോയിട്ട് അവിടെ പോയിട്ട് ഇംപ്ലിസിറ്റ് എനി എന്ന് പറയുന്ന സംഭവം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ലിൻ റൂളാണ്. അത് നമ്മൾ എന്ത് ചെയ്തു? റൂള് നമ്മൾ ട്രൂ ആക്കി കൊടുത്തു. അങ്ങനെ ട്രൂ ആക്കി കൊടുക്കുമ്പോൾ കമ്പൈലറോട് പറയാണ് അഥവാ ഡെവലപ്പർ അബദ്ധവശാൽ എനി ഇട്ട് കൊടുത്താൽ അവിടെ ഒരു എറർ അടിച്ചു കൊടുത്തോണം. ദാറ്റ് ഈസ് എനി ഈസ് നോട്ട് അലൗഡ് ടു എന്ന് പറഞ്ഞിട്ട്. ഇതാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ടൈപ്പ് സ്ക്രിപ്റ്റിനകത്ത് എനി ഉണ്ടെങ്കിലും കൂടുതലുമുള്ള പ്രൊജക്ട്സിൽ അത് യൂസ് ചെയ്യാതിരിക്കുന്ന പരിപാടിയാണ് നമ്മൾ ചെയ്യാറുള്ളത്. അപ്പോൾ ഇത്രയും മനസ്സിലായല്ലോ. ഇനി നമുക്ക് അൺനോണിലേക്ക് പോകാം. അൺനോൺ എന്ന് പറയുന്നത് നമുക്കൊരു സ്പെസിഫിക് ടൈപ്പ് ഇല്ല. പക്ഷെ ടൈപ്പ് സ്ക്രിപ്റ്റിന് ആ കോണ്ടെക്സ്റ്റിൽ നിന്ന് ഇൻഫർ ചെയ്യാൻ പറ്റത്തില്ല. എങ്കിൽ കമ്പൈലർ ടിപ്പിക്കലി ഡിഫോൾട്ട് ചെയ്യുന്നത് എനിയാണ്. നമ്മളിപ്പോൾ ലെറ്റ് എം എന്ന് പറഞ്ഞൊക്കെ എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് കണ്ടന്റ് ഇൻഫർ ചെയ്യാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ ലെറ്റ് എം എന്ന് എഴുതുവാണ്. ഈ ഒരു പോയിന്റിൽ ഡേറ്റ ഒന്നും എന്ത് ചെയ്തിട്ടില്ല, നോക്കിക്കേ. ലെറ്റ് എം എന്ന് പറഞ്ഞ് ഞാൻ കൊടുത്തപ്പം ഇവിടെ കണ്ടോ, ലെറ്റ് എം എന്ന് ഞാൻ പറഞ്ഞു കൊടുത്തു. അവിടെ ഞാൻ എന്ത് കൊടുത്തിട്ടില്ല? ടൈപ്പ് കൊടുത്തിട്ടില്ല. അങ്ങനെ ടൈപ്പ് കൊടുക്കാതെ നമ്മൾ എഴുതി കഴിഞ്ഞാൽ ഈ ഡിഫോൾട്ട്സ് ടു എനി ഇൻ ടൈപ്പ് സ്ക്രിപ്റ്റ്.
ഇവിടെ ഞാൻ താഴെ വന്നിട്ട് m = 200ഉം m = ട്രൂവും കൊടുത്തു കഴിഞ്ഞപ്പം എറർ അടിച്ചില്ല. കാരണം ഇത് ഡിഫോൾട്ട് ചെയ്തേക്കുന്നത് 20 ആണ്. പക്ഷെ ഞാനിവിടെ കൊടുത്തിട്ട് ബൂളിയൻ എന്ന് പറഞ്ഞ് കൊടുത്തിരുന്നെങ്കിൽ ഈ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിൽ എറർ അടിച്ചേനെ. അപ്പോൾ ഓൾവേസ് റിമെമ്പർ, നമ്മൾ ഇങ്ങനെ നമ്മൾ എഴുതുമ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിൽ നമ്മൾ ഡിക്ലറേഷൻ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഡേറ്റ അല്ലെങ്കിൽ അതിൻ്റെ ടൈപ്പ് അതിന് ഇൻഫർ ചെയ്യാൻ പറ്റില്ലെങ്കിൽ അത് ഡിഫോൾട്ട് ചെയ്യുന്നത് എനി ആയിട്ടായിരിക്കും. അപ്പം നമുക്ക് ടൈപ്പിൻ്റെ എനി ആയിട്ടായിരിക്കും. ടൈപ്പ് സ്റ്റേറ്റ് കൗണ്ടർ പാർട്ട്, അത് ഒരു എക്സ്ട്രാ ഇൻഫർമേഷൻ ഞാൻ പറഞ്ഞതാണ്. ഇനി അൺനോണിലേക്ക് വരാം. ഒരു ടൈപ്പ് സേഫ് കൗണ്ടർ പാർട്ട് ഓഫ് എനി ആണ് ഈ അൺനോൺ എന്ന് പറയുന്നത്. ദിസ് കുഡ് ബി എനിത്തിങ് യു ഷുഡ് പെർഫോം സം ടൈപ്പ് ചെക്കിംഗ് ബിഫോർ യു യൂസ് ഇറ്റ് എന്നാണ് അൺനോൺ എന്ന് പറയുന്നത്. ഈ അൺനോൺ എന്ന് പറയുന്നത് നമുക്ക് ആ ഡേറ്റ ടൈപ്പ് എന്താണെന്ന് നമുക്ക് പറയാനില്ല. ഇങ്ങനെ എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ അൺനോൺ വരില്ല. അൺനോൺ നമ്മൾ എക്സ്പ്ലിസിറ്റ് ആയിട്ട് എഴുതണം. അപ്പം ലെറ്റ് w unknown = 1 എന്ന് എഴുതി. നമുക്കറിയില്ല ഡേറ്റ ടൈപ്പ് എന്നത്. ഇനി ഞാൻ താഴെ വന്ന് w = string എന്ന് എഴുതി. അപ്പോഴും നമുക്ക് എറർ വരുന്നില്ല. നമുക്ക് console.log of type of അടിച്ചു നോക്കാം. type of w റൺ ചെയ്യുന്നു, സ്ട്രിങ് ആണ് വരുന്നത്. അൺനോൺ എന്ന് പറയുന്നത് ടൈപ്പ് ചെക്കിംഗ് കൗണ്ടർ പാർട്ട് ഓഫ് എന്താണ് എനി നമ്മൾ പറഞ്ഞു. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് പറയുന്നത് ഈ ഡബ്ല്യുവിനെ ഞാൻ ഇവിടെ ആദ്യം 1 ആക്കി എടുത്തു വെച്ചു. ഇവിടെ സ്ട്രിങ് ആക്കി വെച്ചു. സ്ട്രിങ്ങിനകത്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന w ഡോട്ട് ലെങ്ത് ഇനി ഞാൻ കൊടുക്കുമ്പം ലെങ്ത് w is a type of unknown എന്ന് പറയും. ഇവിടെ നമ്മൾ ടൈപ്പ് ഓഫ് w എടുത്തപ്പോൾ സ്ട്രിങ് ആണ്. പക്ഷെ നമ്മൾ എന്താണ് ആദ്യം ടൈപ്പ് സ്ക്രിപ്റ്റിനോട് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്? ഈ w എന്ന് പറയുന്നത് അൺനോൺ ആണ്. ഈ wയിലോട്ട് ഏത് ടൈപ്പ് വാല്യൂ വേണമെങ്കിലും അസൈൻ ചെയ്ത് കൊടുക്കപ്പെടാം. പക്ഷേ ആ വാല്യൂ നമ്മൾ ഇങ്ങനെ വരുമ്പോഴാണ് ഇവിടെ പ്രശ്നം വരുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? w is w type of if type of w equal to string dot length അല്ലെങ്കിൽ ലെങ്ത് അല്ലല്ലോ character rect of 0. ഇപ്പം നമുക്ക് എററൊന്നും വരുന്നില്ല. ഞാൻ ഇനി ഇത് മാറ്റി നോക്കാം. ആ ചെക്ക് മാറിക്കഴിയുമ്പം ഇത് ടൈപ്പ് ഓഫ് അൺനോൺ ആണ്. ഇനി ആ ചെക്കിന് മുകളിലോട്ട് ഞാൻ എന്തിട്ട് കൊടുത്തു? ഇവിടെ ഒരു ചെക്ക് ഇട്ട് കൊടുത്തു. അതായത് ഇത് സ്ട്രിങ് ആണ്. അപ്പം നമ്മൾ കമ്പൈലറോട് പറഞ്ഞു കൊടുക്കുകയാണ്, ചേട്ടാ ഇത് സ്ട്രിങ് ആണെങ്കിൽ മാത്രം ക്യാരക്ടർ റെക്ട് ഓഫ് 0 എന്ന് പറയുന്ന വാല്യൂ പ്രോസസ്സ് ചെയ്യണേ. അപ്പം എന്ത് ചെയ്യും? കമ്പൈലർ എറർ മാറ്റും. അതിനാണ് അൺനോൺ എന്ന് പറയുമ്പോൾ നമ്മൾ ടൈപ്പ് സേഫ് ആയിട്ടുള്ള ഒരു ടൈപ്പ് സേഫ് ആയിട്ടുള്ള എനി എന്ന് പറയുന്നത് അതാണ്. ഏത് ടൈപ്പ് നമുക്ക് ഇതിലോട്ട് അസൈൻ ചെയ്യാൻ പറ്റും. പക്ഷെ ടൈപ്പ് ഓഫ് w = string എന്ന് പറഞ്ഞ് കൊടുത്താൽ മാത്രം പക്ഷെ ഇതിനകത്ത് പ്രോസസ്സിങ് നടക്കണമെങ്കിൽ നമ്മളൊരു ടൈപ്പ് ചെക്കിങ് ചെയ്യണം. ഇനി ഒരു ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഈ w തന്നെ ഞാൻ എടുക്കുന്നത്. w നമ്മൾ അൺനോൺ ആയിട്ട് കൊടുത്തുള്ളൂ. w = നെയിമിലോട്ട് ഞാനൊരു അനോണിമസ് ഫംഗ്ഷൻ എഴുതാൻ പോവാണ്. console.log of I am Isha. ഇത്ര എഴുതിയതിന് ശേഷം ഇതിനകത്ത് ആസ് നമുക്കിവിടെ മേളിൽ വന്നിട്ടൊരു ടൈപ്പ് എഴുതാം. അതായിരിക്കും കുറച്ചുകൂടെ ഹെൽപ്ഫുൾ. ടൈപ്പ് ഫങ്ഷൻ
equals to name colon void as function. നമുക്കിത് ആസ് സച്ച് ഇവിടെ ഇങ്ങനെ എഴുതാൻ പറ്റും. ഈ ഫംഗ്ഷൻ മാറ്റിയിട്ട് എനിക്ക് ആസ് നെയിം കോളൻ വോർഡ് എന്ന് എഴുതാം. ഞാൻ റീഡബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ് ടൈപ്പ് ഫംഗ്ഷൻ ഈക്വൽ ടു നെയിം ഇസ് ഈക്വൽ ടു ആൻ ആരോ ഫംഗ്ഷൻ വിച്ച് റിട്ടേൺസ് വോയിഡ് എന്ന് പറഞ്ഞ രീതിയിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു W എന്ന് പറയുന്നത് ഈ ഒരു ടൈപ്പിന്റെ ഫംഗ്ഷൻ ആണ്, വിച്ച് ഇസ് എൻ ഒബ്ജക്റ്റ് ആസ് എ കീ നെയിം ഇസ് എ ടൈപ്പ് ഓഫ് ഫംഗ്ഷൻ. ആ രീതിയിലോട്ട് ഫംഗ്ഷന്റെ ടൈപ്പായിട്ട് എഴുതി വെച്ചിരിക്കുന്നത്. ഇനി എനിക്ക് ഈ ഫംഗ്ഷനകത്തുനിന്ന് w.name ആക്സസ് ചെയ്യണം. സിമ്പിൾ ആണേ, പക്ഷേ പറ്റില്ല. ടൈപ്പ് സ്ക്രിപ്റ്റ് പറയും ഇത് അൺനോൺ ആണ്. നിങ്ങൾ ചെയ്യുന്നിടത്ത് ടൈപ്പ് ചെക്കിംഗ് ഉണ്ടോ? കാരണം നിങ്ങൾ മേളിൽ ഇതിനെ സ്ട്രിങ് ആക്കി താഴെ വന്നിട്ട് ഒരു ഒബ്ജക്റ്റ് ആക്കി എന്നിട്ട് നിങ്ങൾക്ക് തോന്നുന്ന പോലെ ഒന്നും എഴുതാൻ പറ്റത്തില്ല. അവിടെയും ടൈപ്പ് ചെക്കിംഗ് വേണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അൺനോൺ ആയതുകൊണ്ട് is w if type of w equal to function. ഇതെന്ത് പറ്റി? ഞാനൊരു ഇവിടുത്തെ ടൈപ്പ് ഓഫ് ഒന്ന് കൺസോൾ ലോഗ് ചെയ്തോട്ടെ. console.log of type of w. നമുക്ക് എന്താ വരുന്നത് നോക്കാം. ഒബ്ജക്റ്റ് ആണ് വരുന്നത്. ഓക്കെ, ഈ നമ്മൾ എക്സ്ട്രാ ഡിഫൈൻ ചെയ്ത ടൈപ്പ് വരില്ല. ടൈപ്പ് ഓഫിൽ പ്രിമിറ്റീവ് ആയിട്ടുള്ളതാണ് വരുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? അത് ഒബ്ജക്റ്റ് ആണോ എന്ന് ആദ്യം നോക്കണം. സോ ഇഫ് type of w equal to object and w not equal to null. W as function W നമ്മൾ എന്ത് ചെയ്തു? W എന്ന് പറയുന്നത് ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ മേലെ എഴുതിയ ടൈപ്പാന്ന് നോക്കി. ഡോട്ട് നെയിം. നമ്മളിവിടെ w.name എന്ന് എഴുതി കഴിഞ്ഞാൽ എറർ അടിക്കോ? അവിടെ പിന്നെ എറർ അടിക്കുന്നത് does not exist on the type object. സോ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ ഫംഗ്ഷൻ എന്ന് പറയുന്ന ടൈപ്പായിട്ട് കൺവേർട്ട് ചെയ്ത് നോക്കണം. അതിനുശേഷം ഡോട്ട് നെയിം ഇടണം. ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആണ്, പക്ഷെ ഇത് അങ്ങനെ നമ്മൾ ഒത്തിരി യൂസ് ചെയ്യാറില്ല. ചില സിനാരിയോസിൽ നമുക്ക് യൂസ് ചെയ്യേണ്ടി വരും. വളരെ റെയർ ആയിട്ടേ ഉള്ളൂ. പക്ഷെ അൺനോൺ അല്ലെങ്കിൽ ഇനി കൂടുതലും ഞാൻ യൂസ് ചെയ്യാറില്ല. കൂടുതലും ടൈപ്പ് എഴുതിയിട്ടാണ് ചെയ്യുന്നത്. വളരെ റെയർ ആയിട്ട് മാത്രമേ ഉള്ളൂ നമ്മൾ അൺനോൺ യൂസ് ചെയ്യുന്നത്. വളരെ റെയർ ആയിട്ട്. അപ്പം അൺനോൺ എന്താണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി എന്താണെന്നും മനസ്സിലായി. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ടപ്പിൾസ് പിന്നെ ഈനം എന്ന് പറയുന്ന രണ്ട് സംഭവമാണ്. അത് അടുത്ത വീഡിയോയിൽ ചെയ്യാം. ഇത് സ്പെഷ്യൽ ടൈപ്സ് ഇൻ ടൈപ്പ് സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന വീഡിയോ ആണ്. നിങ്ങൾക്കത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെൽ ഐക്കൺ ഒന്ന് അമർത്തുക.